കണ്ണീരണിയാതെ വായിച്ചു തീർക്കാനാവാത്ത ജീവിതം. കൈറോണി അച്ഛൻ. എത്ര ധന്യമാണ് കണ്ണൂർ രൂപത. കത്തോലിക്ക മിഷൻ പാരമ്പര്യത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധിയും ഏറ്റുവാങ്ങിയ ജനത. അതൊരു ക്രിസ്ത്യാനിക്കു മാത്രമല്ല, മറിച്ച് നാനാജാതി മതസ്ഥർക്കും അതിൻ്റെ സൗഭാഗ്യം സംജാതമാക്കിയ ശ്രേഷ്ഠ മിഷൻ പാരമ്പര്യം. മംഗലാപുരം രൂപത വിഭജിച്ച് കോഴിക്കോട് രൂപത സ്ഥാപിതമായപ്പോൾ ഈശോസഭ വൈദികർ അവരുടെ നോട്ടം പുതിയ രൂപതയിലേക്ക് വ്യാപിപ്പിച്ചു. ഇന്ത്യക്ക് തീയിടുവാനുള്ള ഈത്തെ ഇൻഫ്ലമാത്തെ ഓംനിയ, ലോകത്തെ തീയാൽ ജ്വലിപ്പിക്കുക, വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയുടെ ആവേശം പേറിക്കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഈശോസഭ വൈദികർ വെറും ഉപദേശികൾ മാത്രമായിരുന്നില്ല, മറിച്ച് അവർ സാമൂഹ്യ പരിഷ്കർത്താക്കളും കൂടിയായിരുന്നു. ഒരു പക്ഷേ പൊതുസമൂഹം ബോധപൂർവം മറന്ന ചില ശ്രേഷ്ഠർ കേളികേട്ട കാർഷിക വിപ്ലവവും ജന്മികുടിയാന്മ ബന്ധങ്ങളും സ്വാതന്ത്ര്യ സമരങ്ങളും പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും എന്തിനേറെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചപ്പോൾ പുറത്തറിയിക്കാനോ വിളംബരം ചെയ്യാനോ ചർച്ച ചെയ്യാനോ പൊതുസമൂഹം താല്പര്യം കാണിക്കാത്ത ചരിത്രമാണ് ചിറക്കലിൽ അരങ്ങേറിയത്. അതിന് തീ കൊളുത്തിയത് ഏതൊരു മിഷനറിക്കും മിഷനറിയാകാൻ ഒരുങ്ങുന്നവർക്കും ഒന്ന് അനുകരിക്കാവുന്ന പച്ചയായ ജീവിതം ജീവിച്ച നമ്മുടെ കൈറോണി അച്ഛൻ. എൻ്റെ ഡോക്ടറൽ തീസിസ് കൈറോണി അച്ഛനെ കുറിച്ചായതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ ലീവിന് വന്നപ്പോൾ താവത്തെ ദാലിലെ അച്ഛൻ്റെ സ്മൃതി കുടീരം സന്ദർശിക്കുവാൻ എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടർ കൂടിയായ മാർട്ടിൻ രായപ്പൻ അച്ഛനോടൊപ്പം പോയി. അവിടെ നിന്നും തീസിസിന് ആവശ്യമായ രേഖകൾ ശേഖരിക്കണം എന്നൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അച്ഛൻ അവിടെ വെറും മണ്ണായി അലിഞ്ഞില്ലാതായി ഒരോർമ്മയായി മാറി എന്നോർത്തവർക്കിതാ ഒരു കലക്കൻ ബ്രേക്കിംഗ് ന്യൂസ്. അച്ഛൻ അവിടെ വളരെ ആക്റ്റീവായി മിഷൻ ചെയ്യുന്നുണ്ട്. അതിന് സാക്ഷികളാണ് ഞാനും മാർട്ടിൻ അച്ഛനും. അച്ഛൻ്റെ കബറിടത്തിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ ചെറിയ ചാപ്പലിൽ നിന്നും ഞാൻ എൻ്റെ കാൽ പുറത്തെടുത്തു വെച്ചതും ഫോൺ റിംഗ് ചെയ്തു. അതൊരു ഇമെയിൽ ആണെന്ന് എനിക്ക് മനസ്സിലായി. പ്രിയപ്പെട്ട കൈറോണി അച്ഛ, അച്ഛൻ അറിയാലോ, അങ്ങയെക്കുറിച്ചാണ് ഞാൻ ഡോക്ടറേറ്റ് എടുക്കുന്നത്. വേഗം തീർക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ, പെർ ഫവോരെ. ഇതാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ ഫോൺ തുറന്നപ്പോൾ വന്ന ഇമെയിൽ എൻ്റെ ഗൈഡ് റോമിൽ നിന്നും ഡോക്ടറേറ്റ് ചെയ്യുമ്പോൾ ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചെയ്തു തീർക്കേണ്ട അത്യാവശ്യ ജോലികളെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. അന്നെനിക്ക് മനസ്സിലായി 1966 മെയ് 26 നമ്മെ പിരിഞ്ഞ കൈറോണി അച്ഛൻ അവിടെ ഇന്നും ജീവനോടെ ഉണ്ടെന്ന്. അതിനുശേഷം സംഭവങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു എനിക്ക് വേണ്ടി അച്ഛൻ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. സാധാരണഗതിയിൽ ഈശോസഭ വൈദികർ മുഖസ്തുതി നടത്തുന്നവരോ സുഖിപ്പിക്കാനായി എന്തെങ്കിലും പറയുന്നവരോ അല്ല. കാര്യം പോലെ അവർ പറയും. വെളുത്തത് വെളുത്തതാണെന്നും കറുത്തത് കറുത്തതാണെന്നും അവർ പറയും. ജോസഫ് ടഫറൽ അച്ഛൻ കൈറോണി അച്ഛനെ കുറിച്ച് എഴുതിയ എ മിഷനറി ഇൻ ഡീഡ്, മിഷനറി ഇൻ ഡീഡ്, യഥാർത്ഥ മിഷനറി ഒരു യഥാർത്ഥ കർമ്മയോഗി എന്ന പുസ്തകം ഞാൻ ആദ്യം തന്നെ വായിച്ചു. സാധാരണ പുസ്തകം വായിക്കുമ്പോൾ ഒരു 4-5 തവണയെങ്കിലും കോട്ടുവായിടും. പക്ഷേ ഒരു ക്ഷീണവുമില്ലാതെ ഏറ്റവും താല്പര്യത്തോടെ ഞാൻ വായിച്ച പുസ്തകം അടുത്ത കാലത്തൊന്നില്ല. പേജുകൾ മറിക്കുമ്പോൾ കണ്ണുനീർ ധാരധാരയായി എൻ്റെ കവിളിലൂടെ ഒഴുകുമായിരുന്നു. ആ മനുഷ്യൻ അത്രമാത്രം തൻ്റെ ജനത്തിന് വേണ്ടി സ്വയം നൽകിയെന്നുള്ളതാണ്. തൻ്റെ ജനത്തിന് വേണ്ടി ഭക്ഷിക്കുവാൻ മറന്നൊരാൾ, ഉറങ്ങാൻ തയ്യാറാവാത്തൊരാൾ, വസ്ത്രം മാറാൻ സമയമില്ലാത്ത ഒരാൾ, എന്തിനു പറയുന്നു കുളിക്കാൻ പോലും വിട്ടുപോകുന്ന ഒരാൾ. ഇതൊന്നൊരു മുഖസ്തുതിയോ അല്ലെങ്കിൽ ഭംഗിവാക്കോ അല്ല. കൈറോണി അച്ഛൻ അക്ഷരാർത്ഥത്തിൽ ഒരു മിഷനറി തന്നെയായിരുന്നു. അച്ഛൻ ശ്വസിച്ചത് ജാതി വ്യവസ്ഥകളാൽ നരകിച്ച മനുഷ്യരുടെ വേദനകളാണെങ്കിൽ നിശ്വസിച്ചത് അവരുടെ വിമോചന സാധ്യതകളാണ്. ഭംഗിവാക്കായി ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാനൊക്കെ വൈദികനായത് 24/7 ആണെന്ന്.
പക്ഷെ അച്ഛനാണ് അത് നമ്മുടെ ഇടയിൽ ജീവിച്ചു കാണിച്ച വ്യക്തി. ഈശോ സഭ വൈദികനായതിനാൽ തന്നെ കോഴിക്കോട് ക്രൈസ്റ്റ് ഹാളിലെ ലൈബ്രറിയിൽ വല്ല പുസ്തകങ്ങളും ഉണ്ടോ എന്ന് നോക്കുവാൻ കുറച്ചു ദിവസത്തേക്ക് ഞാൻ അവിടെ പോയിരുന്നു. വളരെ വലിയ ഒരു ലൈബ്രറിയും അതിൽ ഒത്തിരി പഴയ പുസ്തകങ്ങളുമുണ്ട്. 10,000-കണക്കിന് പുസ്തകങ്ങളിൽ നിന്നും ചിറക്കലിനെ പറ്റി എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ഞാൻ അന്വേഷിക്കുവാൻ തുടങ്ങി. ദിവസം 1 കഴിഞ്ഞു, ഒന്നും കിട്ടിയില്ല. വലിയ മടുപ്പായി. 2-ാം ദിവസവും ഉച്ചവരെ നോക്കിയെങ്കിലും ഞാൻ മടുത്തു, ഒന്നുമില്ല. എൻ്റെ കൈറോണി അച്ഛ, ഒന്ന് സഹായിക്കണേ പ്ലീസ്. മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ച് ഒരു പുസ്തകമെടുത്തു. നമ്മുടെ ടഫറൽ അച്ഛൻ കൈറോണി അച്ഛനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ. 2ാമതും മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചു, കൈറോണി അച്ഛ ഒന്ന് സഹായിക്കണേ. എപ്പോഴൊക്കെ അച്ഛനെ ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ചോ അപ്പോഴെല്ലാം അച്ഛൻ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അതെങ്ങനെയാ? സഹായം ചോദിച്ചു വരുന്നവർക്ക് അച്ഛൻ ഒരിക്കലും അത് നിഷേധിച്ചിട്ടില്ലല്ലോ. അച്ഛന് അതറിയില്ല. പഠനത്തിൻ്റെ ഇടക്കായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നാട്ടിൽ നിന്നും റോമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആദ്യം ചെയ്ത കാര്യം അച്ഛൻ്റെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ മുറിയിൽ വെച്ചു. എന്തൊരു ഐശ്വര്യമാണെന്നോ. ഇറ്റലിയിലെ അച്ഛൻ്റെ പ്രധാന സഹായിയായ ഇൽദെ ബ്രാന്തോയുടെ മകൾ അന്നയാണ് ആ ഫോട്ടോ അയച്ചു തന്നത്. ഈശോ സഭ വൈദികരുടെ ഇവിടുത്തെ ആർക്കീവ്സിൽ പോകുന്നതിന് മുൻപ് ഞാൻ അച്ഛനോട് പറയും, കൈറോണി അച്ഛ, എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണേ. അന്ന് എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കിട്ടും. അച്ഛൻ കിടുവാണ്, ഒരു രക്ഷയില്ല. കറകളഞ്ഞ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. പല കമ്മ്യൂണിസ്റ്റും മറന്നുപോയതോ മനഃപൂർവ്വം മറന്നതോ ആയ ഒരു ജനത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി ക്രിസ്തുവിൻ്റെ കമ്മ്യൂണിസ്റ്റായ ഒരു 1.5 സഖാവ്. അച്ഛനോട് ചോദിച്ചോ, മടിക്കേണ്ട, പുള്ളി കാര്യം നടത്തി തരും. റോമിൽ തൻ്റെ സുപ്പീരിയർ ജനറലിന് എഴുതിയ കത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ്: ഈ ജനത്തിനു വേണ്ടി ജീവിച്ച് മരിച്ച് ഒരു വിശുദ്ധനാകാനാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. അതെ, നമ്മുടെയൊക്കെ വിശുദ്ധനാണ് കൈറോണി അച്ഛൻ. മെയ് മാസം പറ്റുമെങ്കിൽ അച്ഛൻ്റെ ധാലിലെ കല്ലറയിൽ പോയി അച്ഛനെ ഒന്ന് കാണണം കേട്ടോ. അത് നിങ്ങൾക്കും ഒരു മറക്കാനാവാത്ത അനുഭവമായിരിക്കും.